ഇന്നലെ മുതൽ നമ്മുടെ മലയാളത്തിൻ്റെ മഹാനടനായിട്ടുള്ള മമ്മൂക്ക വളരെ ക്രൂരനും മനുഷ്യരോട് പെരുമാറാൻ അറിയാത്ത ഒരു വ്യക്തിയായിട്ട് മാറിയിരിക്കുകയാണ്. വയനാട് അവിടുത്തെ പുതിയ ടൗൺഷിപ്പ് കാണാൻ വേണ്ടി മമ്മൂക്ക വരുമ്പോൾ അവിടുത്തെ ജില്ലാ സെക്രട്ടറി ആയിട്ടുള്ള ഒരു വ്യക്തി ഇദ്ദേഹം മമ്മൂക്കയുടെ കൂടെ നടക്കുന്നു, ആളുകളെ നിയന്ത്രിക്കുന്നു, അങ്ങനെയുള്ള ഒരു പരിപാടി നമ്മളെല്ലാവരും കണ്ടു അല്ലേ. അപ്പോൾ മമ്മൂക്ക പുള്ളിയോട് ഒരു ഡയലോഗ് പറഞ്ഞതാണ് മമ്മൂക്ക വലിയ ക്രൂരനും ദുഷ്ടനും മനുഷ്യരോട് പെരുമാറാൻ അറിയാത്തവനും ഹെഡ് വെയിറ്റ് ഉള്ള ആളൊക്കെ ആയിട്ട് മാറിയത്. അതിനു മുമ്പ് വരെ ഈ മലയാളത്തിൻ്റെ മഹാനടനായിട്ടുള്ള മമ്മൂക്ക ഒരു തരത്തിലുള്ള പ്രശ്നങ്ങളും ഇല്ലായിരുന്നു, എല്ലാവരും വാഴ്ത്തുമായിരുന്നു മമ്മൂക്കാനല്ലേ. അദ്ദേഹത്തിൻ്റെ കെയർ ആൻഡ് ഷെയർ എന്ന് പറഞ്ഞൊരു സംഘടനയിലൂടെ അദ്ദേഹം നടത്തുന്ന ജീവകാരുണ്യ പ്രവർത്തനങ്ങളൊക്കെ നമുക്കറിയാം. ഒരുപാട് ആളുകളുമായിട്ട് അദ്ദേഹം ചേർന്ന് നിൽക്കാറുണ്ട്. ഒരുപാട് ആളുകൾ വരുന്ന സമയത്ത് അദ്ദേഹം അവരുടെ കൂടെ നിന്ന് ഫോട്ടോ എടുക്കാനും അവരുടെ കാര്യങ്ങൾ അന്വേഷിക്കാനും പെട്ടെന്നാണ് കേരളത്തിൽ വെറുക്കപ്പെട്ടവനായിട്ട് മാറുന്നത്. അതും CPM-ൻ്റെ ഒരു നേതാവിനോട് മമ്മൂക്ക പറയുന്നു, നിങ്ങളെന്തിനാണ് എൻ്റെ കൂടെ ഇങ്ങനെ ചുമ്മാ നടക്കുന്നത്? മറ്റുള്ള ആളുകൾ വിചാരിക്കും ഞാൻ നിങ്ങൾക്ക് വേണ്ടി വന്നതാണ്. കാരണം ഈ ഇലക്ഷനൊക്കെ അടുത്തിരിക്കുന്ന സമയമാണല്ലോ. മമ്മൂക്ക എന്ന് പറയുന്നത് ഒരു സെലിബ്രിറ്റിയാണ്, അദ്ദേഹം ഒരു നടനാണ്. അദ്ദേഹം എല്ലാ പാർട്ടിയുടെ ആൾക്കാർ വിളിച്ചാലും അദ്ദേഹം പോകാറുണ്ട്, പങ്കെടുക്കാറുണ്ട്. BJP-യുടെ ആണെങ്കിലും കൊള്ളാം, കോൺഗ്രസിൻ്റെ ആണെങ്കിലും കൊള്ളാം, മറ്റേത് പാർട്ടിയുടെ ആണെങ്കിലും കൊള്ളാം, എല്ലാ പാർട്ടികളിലും പരിപാടിക്ക് അദ്ദേഹം പോകാറുണ്ട്, പങ്കെടുക്കാറുണ്ട്, അവരുടെ വേദികളിൽ മമ്മൂക്ക സംസാരിക്കാറുണ്ട്. പക്ഷേ അദ്ദേഹം ഒരു കറതീർന്ന കമ്മ്യൂണിസ്റ്റുകാരനാണ് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പം അദ്ദേഹത്തിന് ആധികാരികമായിട്ട് ഈ പാർട്ടിയിലുള്ള ആളുകളോട് പറയാം എന്നുള്ളത് കൊണ്ട് തന്നെയാണ് മമ്മൂക്ക ഇന്നലെ ആ വ്യക്തിയോട് പറഞ്ഞത്, നിങ്ങൾ വെറുതെ എൻ്റെ പുറകെ നടന്നിട്ട് ഇങ്ങനെ ചെയ്യണ്ട എന്നുള്ള ഒരു അധികാരത്തിൽ തന്നെ പറഞ്ഞു. കാരണം മമ്മൂക്ക എന്ന് പറയുന്നൊരു മനുഷ്യൻ ഓപ്പൺ ഹാർട്ടാണല്ലോ. അദ്ദേഹം വെട്ടിത്തുറന്ന് സ്പോട്ടിൽ പറയും, മനസ്സിൽ വെച്ചുകൊണ്ട് നടന്നിട്ട് അത് പിന്നെ വൈരാഗ്യ ബുദ്ധി കാണിക്കുന്ന ഒരു പരിപാടിയും നമ്മുടെ മമ്മൂക്കാക്കില്ല എന്നുള്ളത് മമ്മൂക്കാനെ അടുത്തറിയുന്ന എല്ലാവർക്കും നന്നായിട്ട് അറിയാവുന്ന തന്നെയാണ്. നമ്മുടെ MM കാരശ്ശേരി മാഷ് ഇപ്പം TV ചർച്ചയിലൊക്കെ മമ്മൂക്കയാണ് കേട്ടോ. കാരണം മമ്മൂക്ക എന്തോ വലിയ അപരാധം ചെയ്തതുപോലെയാണ് ഈ ചില ചാനൽ വേട്ടാവളിയന്മാരൊക്കെ മമ്മൂക്കായി വെച്ചിട്ടാണ് കീറി വിടുന്നത്. പിന്നെ സൈബർ പോരാളികളുടെ എന്താ പറയുക, ഒളിഞ്ഞും തെളിഞ്ഞുമുള്ള അമ്പെയ്ത്തുകൾ, ഈ പുല്ലൊന്നും മലയാളത്തിൻ്റെ മഹാനടനായിട്ടുള്ള മമ്മൂക്ക കേൾക്കത്തില്ല. കാരണം അദ്ദേഹം പറഞ്ഞതും അദ്ദേഹം നിലനിന്നതും ഇവിടുത്തെ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾക്ക് വേണ്ടിയാണ്. അത് ആ ജനങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്. അല്ലാതെ ഒരു പാർട്ടിയുടെയോ അല്ലെങ്കിൽ ഒരു മതത്തിൻ്റെയോ വ്യക്തിയായിട്ടൊന്നുമല്ല മമ്മൂക്ക എന്ന് പറയുന്ന മനുഷ്യൻ ആ സ്ഥലത്ത് നിന്ന് അദ്ദേഹത്തിൻ്റെ ആ ഒരു ചെന്നത്. പക്ഷേ അദ്ദേഹത്തെ ടാർഗറ്റ് ചെയ്ത് അദ്ദേഹത്തിൻ്റെ മതത്തിൻ്റെ പേരിലും അദ്ദേഹം സിനിമയിൽ ഇപ്പോൾ നിൽക്കുന്ന ആ ഒരു പൊസിഷനൊക്കെ കണ്ടിട്ട് വിരളി പൂണ്ട് സമൂഹ മാധ്യമങ്ങളിൽ സോഷ്യൽ മീഡിയയിൽ ഇരുന്ന് കമൻ്റ് ഇടുന്നവർക്ക് അവിടെ ഇരുന്നുണ്ടെങ്കിൽ എഴുതി അങ്ങ് വിട്ടാൽ മതിയല്ലോ. പക്ഷെ ഇതൊക്കെ കേരളത്തിലെ ജനങ്ങൾ കാണുന്നവരാണെന്ന് അവർക്ക് മനസ്സിലാകും എന്താണ് മമ്മൂക്ക എന്നുള്ളത്. നമുക്ക് കാരശ്ശേരി മാഷ് പറയുന്നതൊന്ന് കേട്ടു നോക്കിയാലോ. ശരിക്കും നമുക്ക് മലയാളികൾക്ക് മൊത്തം നാണക്കേടുണ്ടാക്കുന്ന ഒന്നാണ് ഈ വിവാദം. മമ്മൂട്ടിയെപ്പോലെ വലിയൊരു കലാകാരൻ, അദ്ദേഹത്തെ ഈ അളവിൽ ആക്രമിക്കുക എന്ന് പറയുന്നത് നമുക്കൊക്കെ നാണക്കേടാണ്. കാരണം നമുക്കൊരു കലാകാരനെ ബഹുമാനിക്കാനോ സ്നേഹിക്കാനോ ഇനി അദ്ദേഹത്തോട് വിയോജിപ്പ് പ്രകടിപ്പിക്കേണ്ടി വന്നാൽ സംസ്കാരത്തോടുകൂടി ഇത് പ്രകടിപ്പിക്കാനോ അറിയില്ല എന്നാണ് ഇതിൻ്റെ അർത്ഥം. കേരളത്തിൻ്റെ മേൽവിലാസങ്ങളിൽ പ്രധാനപ്പെട്ട ഒന്നാണ് മമ്മൂട്ടി. കഴിഞ്ഞപ്പോൾ ഒരു 50 കൊല്ലമായി കേരളത്തിന് പുറത്തും ഇന്ത്യക്ക് പുറത്തുമൊക്കെ മലയാളിയുടെ മേൽവിലാസങ്ങളിൽ ഒന്ന് മമ്മൂട്ടിയാണ്, വേറൊന്ന് യേശുദാസ് ആയിരിക്കും, വേറൊന്ന് മോഹൻലാൽ ആയിരിക്കും, അങ്ങനെ എഴുത്തുകാരുണ്ടാവും, അങ്ങനെ പലരും ഉണ്ടാവും. അത്ര പ്രധാനപ്പെട്ട ഒരു കലാകാരനാണ് അദ്ദേഹം. അദ്ദേഹത്തിന് വെറും സിനിമയിൽ അഭിനയിക്കുക മാത്രമല്ല അദ്ദേഹം ചെയ്യുന്നത്, അദ്ദേഹം വളരെയധികം സാമൂഹിക പ്രതിബദ്ധതയുള്ള ഒരു വലിയ കലാകാരനാണ്. ഞാൻ ഓർക്കുന്ന ഒരു ഉദാഹരണം, 2004 പ്ലാച്ചിമടയിൽ സമരം നടക്കുമ്പോൾ അദ്ദേഹം കൊക്കോകോളയുടെ സൗത്ത് ഇന്ത്യയിലെ ബ്രാൻഡ് അംബാസഡറായി എന്നൊരു വാർത്ത വന്നു. അന്ന് അദ്ദേഹത്തോട് പ്രതിപക്ഷ നേതാവ് മാത്രമായ CPM-ൻ്റെ അന്നത്തെ സമുന്നത നേതാവ് VS അച്യുതാനന്ദൻ ആ കരാറിൽ നിന്ന് പിൻവാങ്ങണം എന്ന് പറഞ്ഞു. 1 മിനിറ്റ് കളയാതെ മമ്മൂട്ടി ആ കരാർ ഉപേക്ഷിച്ചു. എത്ര കോടി രൂപ അദ്ദേഹത്തിന് നഷ്ടം വന്നു എന്ന് എനിക്കറിയില്ല. അതിനെപ്പറ്റി അദ്ദേഹം ഒന്നും പറഞ്ഞില്ല, അതെടുത്തു പറഞ്ഞില്ല. പിന്നെ മമ്മൂട്ടിയൊക്കെ തുറന്നു പറയുന്ന ഒരാളാണ്. ഞാൻ വേറെ ഒരു ഉദാഹരണം പറയാം. 2015 ജൂണിലാണ് എൻ്റെ ഓർമ്മ, തിരുവനന്തപുരത്ത് ഒരു ചടങ്ങിൽ വെച്ചിട്ട് അന്നത്തെ വിദ്യാഭ്യാസ മന്ത്രി അബ്ദുൾ റബ്ബും മമ്മൂട്ടിയൊക്കെ ഉണ്ട്, വേറെ ആളുകളുണ്ട്. അപ്പം മമ്മൂട്ടി ഒരു ഉദ്ഘാടനത്തിൻ്റെ ഭാഗമായിട്ട് നിലവിളക്ക് കൊളുത്തിയിട്ട് ആ കൈത്തിരി അബ്ദുൾ റബ്ബിന് കൊടുത്തപ്പോൾ അദ്ദേഹം എൻ്റെ വിശ്വാസം അനുസരിച്ച് എനിക്ക് നിലവിളക്ക് കൊടുത്താൻ പറ്റില്ല എന്ന് പറഞ്ഞു. മമ്മൂട്ടി ഉടനെ അദ്ദേഹത്തോട് തൻ്റെ പ്രതിഷേധം പരസ്യമായിട്ട് പ്രകടിപ്പിച്ചു. അദ്ദേഹം ഒന്നും ഉള്ളിൽ വയ്ക്കുന്ന ഒരാളല്ല. അത് വലിയ വാർത്തയായി. അത് വലിയൊരു, അതായത് അത്തരം മതമൗലികവാദ നിലപാടുകൾ രാഷ്ട്രീയ നേതാക്കന്മാർ, മന്ത്രിമാർ, MLA-മാർ ആരും എടുക്കാൻ പാടില്ല എന്നതിൽ വലിയൊരു ചർച്ച
ചർച്ചയ്ക്ക് വളരെ ഊർജം പകർന്ന ഒന്നായിരുന്നു മമ്മൂട്ടിയുടെ ആ നിലപാട്. പിന്നെ എല്ലാവർക്കും അറിയുന്ന മാതിരി അദ്ദേഹം എല്ലാ പാർട്ടിക്കാരോടും ഒരു സമദൂര സിദ്ധാന്തം പാലിക്കുന്ന ഒരാളാണ്. കോൺഗ്രസിലാണെങ്കിൽ കെ കരുണാകരനോടും ഉമ്മൻചാണ്ടിയോടും അദ്ദേഹത്തിന് വലിയ ബന്ധമായിരുന്നു. ഇതേ തരത്തിൽ വ്യക്തിബന്ധം അദ്ദേഹത്തിന് VS അച്യുതാനന്ദനോട് ഉണ്ടായിരുന്നു. ഇപ്പോൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനോട് ഉണ്ട് എന്നാണ് എൻ്റെ അറിവ്. തലയ്ക്കകത്ത് ബോധമുള്ള വിവരമുള്ള ആളുകൾ മമ്മൂക്ക ചെയ്തത് എന്താണ് എന്നുള്ളത് അവർക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം. അവരതിനെ കുറ്റപ്പെടുത്തി ആരും മുന്നോട്ട് വരാറില്ല. പിന്നെ സൈബർ പോരാളികൾ നടത്തുന്ന ഈ ഒരു പോരാട്ടം, അത് ഈ റഫീഖ് എന്ന് പറയുന്ന വയനാട്ടിലെ ഇപ്പോഴത്തെ അവിടുത്തെ ജില്ലാ സെക്രട്ടറിയോട് മമ്മൂക്ക ധിക്കാരമായി, അല്ലെങ്കിൽ മമ്മൂക്ക അദ്ദേഹത്തെ അധിക്ഷേപിച്ചു എന്നൊക്കെ പറയുന്നില്ല. എന്ത് അധിക്ഷേപമാണ് അതിനകത്ത് ഉണ്ടായിട്ടുള്ളത്? CPM-ന്റെ ഭാഗമാണ് മമ്മൂക്ക അല്ലേ? അപ്പം അദ്ദേഹത്തിൻ്റെ സ്വന്തം പാർട്ടിയിലുള്ള ആൾക്കാരോട് മമ്മൂക്ക പറയുന്നതിന് എന്താ തെറ്റ്? അത് ആ രീതിയിൽ ഉൾക്കൊണ്ട് അത് എടുത്താൽ പോരെ. അല്ലാതെ പത്രമാധ്യമങ്ങൾ ഊതി വീർപ്പിക്കുന്നത് പോലെ ഇതിനകത്തൊരു പുല്ലും നടന്നിട്ടില്ല. അത് മാത്രമല്ല, ഈ റഫീഖ് എന്ന് പറയുന്ന വ്യക്തി പിന്നീട് വന്നിട്ട് ചാനലിന് ഒരു പത്രസമ്മേളനം കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിനകത്ത് പുള്ളി പറയുന്നത് ഇത് അവിടെ വരാനുള്ള യോഗ്യത പുള്ളിക്കുണ്ടോ എന്നൊരു ചോദ്യം ചോദിച്ചു. ശരിയാണ്, ഈ റഫീഖ് എന്ന് പറയുന്ന വ്യക്തി അവിടെ ദുരിതാശ്വാസ പ്രവർത്തനങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്, അതിൻ്റെ ഭാഗമായിട്ട് നിന്നിട്ടുണ്ട്. ഈ കേരളത്തിൽ നടന്നിട്ടുള്ള എല്ലാ പ്രശ്നങ്ങളിലും, ദുരിതാശ്വാസ പ്രശ്നങ്ങളിലും ജാതി മത ഭേദമന്യേ ഇവിടുത്തെ ജനങ്ങളെല്ലാം ഒന്നടങ്കം പറയുന്നുണ്ട്. അത് കേരളത്തിലെ കേരളീയരുടെ ഒരു പ്രത്യേകത തന്നെയാണ്. അത് പാർട്ടിക്കാർ മാത്രമാണ് ചെയ്യുന്നതെന്നുള്ള ഒരു അവകാശവാദം അത് കൊണ്ടുവരുമ്പോഴത്തേക്ക് അതിനെ ഒരു പക്ഷേ ചിലപ്പം പുച്ഛത്തോടുകൂടി മാത്രമേ ഇവിടുത്തെ ജനങ്ങൾ കാണത്തുള്ളൂ. അത് തന്നെയാണ് ഇപ്പോൾ മമ്മൂക്കാക്കെതിരെ വന്നിട്ടുള്ള ഈ സൈബർ പോരാട്ടവും. കേരളത്തിലെ നല്ലവരായിട്ടുള്ള മലയാളികൾ, അദ്ദേഹത്തെ ഇഷ്ടപ്പെടുന്നവർ, സിനിമാ നടൻ എന്നതിലുപരി ഒക്കെ മനസ്സിലാക്കുന്ന ലക്ഷക്കണക്കിന് പേര് ഇന്നും നമ്മുടെ കേരളത്തിലുണ്ട്. അതിനൊക്കെ സാക്ഷികളായിട്ടുള്ള ഒരുപാട് ആൾക്കാരുണ്ട്. ഇതൊന്നും ആരുടെയും പ്രേരണയിലൊന്നും അല്ല മമ്മൂക്കായെപ്പോലുള്ളൊരു മഹാനടൻ ചെയ്തു കൊടുക്കുന്നത്. അപ്പം അവർക്കൊക്കെ മമ്മൂക്കായെ നല്ല വ്യക്തമായിട്ട് അറിയാം. അവരെല്ലാം ഇന്നും കട്ടയ്ക്ക് മമ്മൂക്കായുടെ കൂടെ സപ്പോർട്ടായിട്ട് നിൽപ്പുണ്ട്. അപ്പം കുരയ്ക്കുന്നവരൊക്കെ അവിടെ കിടന്ന് കുരയ്ക്കട്ടെ. നിങ്ങൾ കുറച്ച് അവസാനം സഹി കിടുമ്പോഴത്തേക്ക് അതങ്ങ് പൊക്കോളും. ഞങ്ങൾ കട്ടയ്ക്ക് ഞങ്ങളെ മമ്മൂക്കാടോട് ഒപ്പമുണ്ട്. കാരണം അദ്ദേഹം ചെയ്തത് ഒരു തെറ്റുമില്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. ഓക്കെ, ഇതൊക്കെ ജനങ്ങൾ കൊടുത്തിട്ടുള്ള പണം കൊണ്ട് ജനങ്ങൾക്ക് വേണ്ടി ചെയ്യുന്ന സഹായങ്ങൾ, അതൊരു സർക്കാർ സംവിധാനത്തിൽ ചെയ്തു കൊടുക്കുന്നു എന്ന് മാത്രം. അത് നിങ്ങളുടെ ഉത്തരവാദിത്തമാണ്. അതല്ലാതെ നിങ്ങളുടെ ആരുടെയും ഓശാരമല്ല എന്നുകൂടെ ഒന്ന് മനസ്സിലാക്കുക. അടുത്തൊരു വീഡിയോ കാണാം.